ദൈവസന്നിധിയിൽ കടന്നു വരണമെങ്കിൽ തനിയെയുള്ള ഒരു യാത്ര നമ്മൾ പ്രാവർത്തികമാക്കണം. തനിയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകാൻ പറ്റണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിയെ ഒരു തീരുമാനം എടുക്കണം, തനിയെ ഇറങ്ങിത്തിരിക്കണം, അതുപോലെ തനിയെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഈ 3 കാര്യങ്ങളും ഉണ്ടായാലാണ് ദൈവം നമ്മളോട് സംസാരിക്കുള്ളൂ. ആ തീരുമാനം നമ്മുടെ കൂടെയില്ലെങ്കിൽ ജനക്കൂട്ടത്തിനോടൊപ്പമുള്ള യാത്ര ജനക്കൂട്ടം നിരുത്സാഹപ്പെടുത്തുമെന്നുള്ളതാണ്. കൂടെ ആരെങ്കിലുമൊക്കെ കൂട്ടി നമുക്ക് ഓർക്കാം, കുറച്ച് ദിവസമൊക്കെ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാൻ പോകും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകും, വാടി നമുക്ക് ഒരുമിച്ച് പോകാം. 2-3 ദിവസമൊക്കെ ഒരുമിച്ച് പോകും. പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ നിരുത്സാഹപ്പെടുത്തി എനിക്ക് അതുണ്ട് ഇതുണ്ട്. അപ്പോൾ 2 പേരുടെയും ആധ്യാത്മികതയിൽ തകർച്ചകൾ വരികയാണ്. പ്രോത്സാഹിപ്പിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാകേണ്ടത്, തനിയെയുള്ള യാത്ര ഒരിക്കലും നമ്മൾ നിർത്തരുത്. അത് തനിയെ തന്നെ പോകാൻ പറ്റുള്ളൂ. ഇത് സിനിമയ്ക്കൊന്നല്ല, പ്രാർത്ഥിക്കാനാണ് കടന്നു വരണേ. അതിന് തനിയെ തീരുമാനം എടുക്കണം, ഇറങ്ങിത്തിരിക്കണം, അതുപോലെ ഇരിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വലിച്ച് താഴെയിടും, പിടിച്ച് ഉലയ്ക്കും, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തും. ഇന്ന് പോണ്ട, മറ്റേ കുർബാനയ്ക്ക് പോകും, വൈകിട്ട് 5 മണിക്കൊരു കുർബാനയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, ഇപ്പോൾ വേണോ, ഇന്നിങ്ങനെ ചിന്തിച്ച് നമ്മളെ തന്നെ നിരുത്സാഹപ്പെടുത്തി നമ്മുടെ പ്രാർത്ഥനയും കൂടി ഇല്ലാതാക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് യേശു ചെയ്ത അതേ കാര്യം തന്നെയാണ്, തനിയെ ഇറങ്ങിത്തിരിക്കുക. ദൈവസന്നിധി നമ്മൾ തീരുമാനം എടുക്കുക. എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന സമയത്ത് തനിയെ ദൈവസന്നിധിയിൽ വന്നിരിക്കുക, തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതാരെയും കാണിക്കാൻ വേണ്ടിയല്ല, ഞാനും എൻ്റെ ദൈവം സംസാരിക്കുക. അപ്പോഴാ പത്രോസ് പറഞ്ഞതുപോലെ നിനക്ക് ദൈവത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ തനിയിരിക്കുന്നവർക്കാണ് ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാവിൽ നിന്ന് കേട്ടത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലുമൊക്കെ വചനത്തിൻ്റെ ടോക്കുകൾ, അതിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പറയും. അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ നാവിൽ നിന്ന് ദൈവം ആരാണെന്നറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് തനിയെ ഇരിക്കണം, ഇറങ്ങണം, നടക്കണം, പ്രാർത്ഥിക്കണം.